നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചങ്ങ് കൊടുക്കുക. നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. നമ്മളൊരു ചിക്കനിലേക്ക് എടുക്കുക. സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്തിരിക്കണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ഗ്രിൽ ചിക്കൻ. ഇത് നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ ഗ്രിൽ ചിക്കൻ അല്ല. പല ചാനലുകളിലും പല ടൈപ്പിലുള്ള ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടുള്ള മസാലയാണ്. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം. ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ മസാലകൾ. ഇതാണ് നമ്മുടെ മസാലകൾ. അപ്പം നമ്മൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി മസാല എല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിപ്പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് മുളക് പൊടി, ഇത് കുരുമുളക് പൊടി, ഇത് ഉപ്പ്, ഇത് കുറച്ച് ഗരം മസാല, ഇത് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര നാരങ്ങ. നമ്മളിത് ഒരു കിലോ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര മസാല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ചേർക്കാവുള്ളൂ. പിന്നെ ഇത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് കുറച്ച് വെളിച്ചെണ്ണ, ഇത് കുറച്ച് തൈര് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർക്കാവുന്നതാണ്. നമ്മൾ ചിക്കൻ എപ്പോഴും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ നമ്മൾ വരയണം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നല്ലതായിട്ട് വരഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ 1 കിലോ ചിക്കനാണുള്ളത്. അപ്പോൾ ഗാർലിക് പേസ്റ്റ് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ അരച്ചുണ്ടാക്കിയ ഗാർലിക് പേസ്റ്റാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിന് നമുക്ക് ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയുടെ കൂടുതലനുസരിച്ച് നമ്മുടെ ചിക്കൻ്റെ കളർ കൂടും. പിന്നെ കുറച്ച് ഗരം മസാല, അതിനുശേഷം നമ്മുടെ എരിവ് അനുസരിച്ചുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. അതിനുശേഷം കുറച്ച് തൈര്, പിന്നെ അര നാരങ്ങ നമ്മൾ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ ഈ മസാലയെല്ലാം തേച്ച് ചിക്കൻ അങ്ങ് പിടിപ്പിക്കുക. ഓക്കെ, നല്ലതുപോലെ തിരുമ്മി നമ്മൾ വരഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ മസാല ചെല്ലുന്ന രീതിയിൽ നല്ലതുപോലെ പിടിപ്പിക്കണം. പിന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ. കാരണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനമാണ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും. ഓക്കെ, അത് മറക്കാതിരിക്കുക. ഇതുകൊണ്ട് നല്ല മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കന് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടോ ഇവിടെ ഇതുണ്ടോ നമ്മുടെ ചിക്കനിലൂടെ കറക്റ്റ് അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ആർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു ഗസ്റ്റ് പെട്ടെന്ന് വരികയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇലക്ട്രിക് ഗ്രില്ലൊക്കെ ഉള്ളവരാണെങ്കിൽ പുറത്തെ ഗ്രില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെറിയൊരു മസാലക്കൂട്ട് ഉണ്ടാക്കി ഇലക്ട്രിക് ഗ്രില്ലിൽ വെച്ച് 1 2 3 എന്ന് പറഞ്ഞ് നമുക്ക് നല്ലൊരു സദ്യ ഒരുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മസാലയൊക്കെ തേച്ച് നമുക്കൊരു 30 മിനിറ്റ് നേരത്തേക്ക് അൺടച്ച്ഡ് ആയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ.
എങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. മസാലയൊക്കെ ചിക്കനിലൊന്ന് പിടിക്കട്ടെ. ഓക്കെ, നമുക്കൊരു 30 മിനിറ്റ് നേരത്തേക്ക് മസാലയൊക്കെ തേച്ച ചിക്കനെ വെക്കാം. നമ്മുടെ ഗ്രില്ല് നമുക്ക് അപ്പോഴത്തേക്കും റെഡിയാക്കി വെക്കാം. ഗ്രില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പിലുള്ള ഒരു ഗ്രില്ലാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഗ്രില്ല് നമുക്കിവിടെ വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിങ്ങനെ അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ലോക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ലോക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു സൈഡ് പാകമായി കഴിയുമ്പോൾ നമുക്ക് നേരെ ഇത് കമത്തി വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോരോ ചിക്കൻ എടുത്ത് പിന്നെ മാറ്റി മാറ്റി കമത്തി തിരിച്ചു വെക്കണം. അതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷനാണ് ഇങ്ങനത്തെ ഒരു ഗ്രില്ല് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. വലിയ വിലയൊന്നുമില്ല മാർക്കറ്റിൽ, നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും ഈസി ആയിട്ട്. നമ്മൾ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തു. ഇവിടെ തീ കത്തിക്കാൻ പോവാണ്. ഞാനിവിടെ ഈ അറക്കപ്പൊടിയും കുറച്ച് ചിരട്ടയും കുറച്ച് വിറകുമൊക്കെ കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറക്കപ്പൊടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തീ പിടിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കർപ്പൂരമൊക്കെ യൂസ് ചെയ്യാം കത്തിക്കാൻ. ഒരു കാരണവശാലും മണ്ണെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. മണ്ണെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിക്കനിൽ മുഴുവൻ ഈ മണ്ണെണ്ണയുടെ മണമായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ ശരിക്കും വീശി കൊടുക്കുക. മസാലയൊക്കെ തേച്ച് ചിക്കൻ ഗ്രില്ലിലേക്ക് എടുത്ത് വെക്കുകയാണ്. കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് ഈ ഗ്രില്ലിൻ്റെ ഗുണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇതാണ് ഈ ഗ്രില്ലിൻ്റെ ഗുണം. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തതിന് ശേഷം ഇത് എവിടെ ഒരു ലോക്ക് വരും. ഈ ലോക്ക് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ എടുത്ത് വെക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു സൈഡ് പാകമാകുമ്പോൾ ഇങ്ങനെ തിരിച്ചു വെക്കാൻ പറ്റും. ഓക്കെ, നമുക്കിനി അടുത്ത ഗ്രില്ലിലേക്ക് വെക്കുന്ന കാണിക്കാം. അടിപൊളി ചൂടാണ് കേട്ടോ. നമ്മൾ ചിരട്ടയും കുറച്ച് വിറകും പിന്നെ അറക്കപ്പൊടിയൊക്കെ ഇട്ടാണ് കത്തിച്ചിരിക്കുന്നത്. ചിരട്ട ഇടുന്നതായിരിക്കും നല്ലത്. ചിരട്ട ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂട് കിട്ടും. സൂപ്പർ ചൂടാണ്. ഇതിൻ്റെ അകത്ത് തീ ഒരു കാരണവശാലും വരാൻ പാടില്ല കേട്ടോ. തീ വന്നു കഴിഞ്ഞാൽ നമ്മൾ കെടുത്തി കൊടുക്കണം. തീയുടെ ചൂട് കുറയും. അപ്പോൾ നമുക്കിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വീശി വീശി കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ചിക്കനിലേക്ക് കറക്റ്റ് ചൂട് ചെല്ലത്തുള്ളൂ. നമ്മുടെ ഗ്രില്ല് നമ്മൾ തിരിച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വേവ് എന്ന്. വാവ്, അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാം, നല്ല മണം വരുന്നുണ്ട്. ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് മേളിലേക്ക് ഇച്ചിരി ഒരു വെളിച്ചെണ്ണ ഇങ്ങനെ തൂത്ത് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ ഇത് ഫുൾ ഡ്രൈ ആയി പോകും കേട്ടോ. ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇച്ചിരി ഒരു ലേശം ഒരു പൊടിക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു പാകമാകുമ്പോഴത്തേക്ക് നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ കുത്തി കൊടുക്കണം. ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ചിക്കൻ്റെ അകത്ത് വേവ് കറക്റ്റായിട്ട് ചെല്ലും. മസാലയൊക്കെ അകത്തേക്ക് ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കും. നമ്മൾ ഇത് തിരിച്ചു വെക്കുകയാണ്. അടിപൊളി കേട്ടോ, സൂപ്പർ, കിടു. അപ്പം തിരിച്ചു വെച്ചിട്ട് നമുക്ക് സെയിം പ്രൊസീജിയർ. അപ്പോൾ നമ്മുടെ ചിക്കൻ എടുക്കാൻ പോവുകയാണ്. എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇച്ചിരി ഒരു കുരുമുളക് പൊടി ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളി സ്മെല്ലാണ് വരുന്നത് കേട്ടോ.
ഒരു ലേശം കുരുമുളക് പൊടി നമ്മൾ മേളിലേക്ക് ഇങ്ങനെ പെതറി ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ആ ചെറിയ ചൂടിൽ ആ കുരുമുളക് പൊടിയുടെ ആ മണമൊക്കെ കൂടി വരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അകത്ത് പോയി നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിക്കും. അടിപൊളിയാണ് കേട്ടോ, ചിക്കൻ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. വാവ്, സൂപ്പർ. കണ്ടില്ല എന്ത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയെന്ന്. ഇതുപോലെ നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. സൂപ്പർ ഗ്രിൽഡ് ചിക്കൻ. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചങ്ങ് കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. നല്ല സൂപ്പറായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. ഇത് വെരി സിമ്പിളാണ് ഉണ്ടാക്കാൻ, നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. അതിൻ്റെ കൂടെ നമ്മളിവിടെ മയോണൈസ്, ഇത് നമ്മൾ ഉണ്ടാക്കിയ മയോണൈസാണ്. കൂടെ മയോണൈസും പിന്നെ കുറച്ച് മേളിലേക്ക് ഇച്ചിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് തക്കാളിയും സവോളയൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറായിരിക്കും. ഞാനിപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുകയല്ല, കറക്റ്റ് അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു ചിക്കനിലേക്ക് എടുക്കുക. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ആ കുരുമുളകിൻ്റെയും ആ നാരങ്ങയുടെയൊക്കെ കറക്റ്റ് ടേസ്റ്റ്, സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്തിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ സീ യു സൂൺ, ബൈ ബൈ.